ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സാം പേപ്പറിൻ്റെ റിസൾട്ടുമായിട്ടാണ്. എന്ന് വെച്ചാൽ ഓണപരീക്ഷേൻ്റെയും മലയാളം പേപ്പറും കൂടി കിട്ടാണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മിഡ് ടേം എക്സാമിൻ്റെ റിസൾട്ടുമായിട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുന്നത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തതും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് ഷോർട്സ് നമ്മൾ ഇടുന്നുണ്ട്, നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. മാക്സിമം അതിനും കൂടെ നിങ്ങൾ സപ്പോർട്ട് തരിക കേട്ടോ. നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പേപ്പർ എക്സാം റിസൾട്ട് കാണിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ്, ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മാർക്ക് എപ്പോഴും ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമൊക്കെ സിമ്പിൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു മാർക്ക് കുറവ് ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നോക്കുമല്ലോ ഏതൊക്കെ ശരിയെന്ന്. അപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നി. അപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് വെച്ചാൽ 30 ഔട്ട് ഓഫ് 25 ആണ്. അപ്പോൾ 25 ഔട്ട് ഓഫ് 30 ആണ്. അപ്പോൾ 30-ൽ 25 മാർക്കാണുള്ളത്. എന്നുവെച്ചാൽ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ ഒരു അര മാർക്ക് സാറ് കുറച്ചൊരു 0-ൻ്റെ അവിടെ ജസ്റ്റ് ഒരു വേരിയേഷൻ, അവിടെ അര മാർക്ക് കുറച്ച് അതിൻ്റെ ആവശ്യമില്ല തോന്നി. പക്ഷെ കുഴപ്പമില്ല, 25 കിട്ടി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് മാത്സ് പൊതുവെ ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആട്ടോ. പിന്നെ ഒന്നാമത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊക്കെ സെറ്റാണ്. പിന്നെ രണ്ടാമത് എടുക്കുന്നത് ബോട്ടണിയാണ്. ബോട്ടണി ഞാൻ ഒറ്റ പേപ്പർ എഴുതിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ബോട്ടണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എക്സാം ഹാളിൽ ആദ്യം സുവോളജിയാണ് ഞങ്ങൾ എഴുതിയത്. അപ്പോൾ സുവോളജി എഴുതിയപ്പോൾ എനിക്ക് തോന്നിയത് നല്ല എളുപ്പമുണ്ടായിരുന്നു സുവോളജി. പിന്നെ ബോട്ടണി പേപ്പർ വായിച്ചപ്പോൾ ഒന്നുമായിട്ട് കിട്ടണില്ല. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇനി ബോട്ടണി എഴുതേണ്ട, സുവോളജി എഴുതി പോകുന്നു. കുറേ കുട്ടികൾ അങ്ങനെ എഴുതി പോയിട്ടോ. കാരണം ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കുറച്ച് ടഫ് തോന്നിയിരുന്നു. എന്നാലും ഞാൻ ആ ഒരു മാർക്ക് എവിടെയാണെങ്കിലും നമുക്കതൊന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് എഴുതിയതാണ്. അത് ഇപ്പോൾ 15-ലാണ്, എല്ലാം പകുതി മാർക്കിലാട്ടോ ഉള്ളത്. മിഡ് ടേം ആയതുകൊണ്ട് 15-ൽ 11ആണുള്ളത്. അത് ഞാൻ അത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു 10ഒക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, 11 ഉണ്ട്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് കിട്ടാതെ അപ്പോൾ കുറച്ച് മലയാളമൊക്കെ എഴുതി വെച്ചു. പക്ഷെ അതൊക്കെ ക്രോസ് ആക്കി തെറ്റിട്ടിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെയുള്ള സബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സുവോളജിയാണ്. ഞാൻ പറഞ്ഞില്ല എളുപ്പം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് 1.5 മാർക്ക് പോയിക്കണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അര മാർക്ക് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. 15-ൽ 13.5 കേട്ടുള്ളത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് കൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ബോട്ടണി അങ്ങനെ തന്നെയാണ്. പക്ഷേ ബോട്ടണിയിൽ ആ പ്രതീക്ഷ മാർക്കാണ്ട് കിട്ടലില്ല എന്നുള്ളൂ. സുവോളജി സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നെയുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആട്ടോ. ഇംഗ്ലീഷ് ഞാൻ ഈ പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഓണപ്പേപ്പർ കിട്ടിയിട്ടുണ്ട്. മലയാളം കിട്ടാത്തതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാത്തത്. പക്ഷെ അതിനോടനുബന്ധിച്ച് മിഡ് ടേമിലാണ് മാർക്ക് ഉള്ളത്. ഓണപരീക്ഷയിൽ മാർക്ക് കുറവാണ് ഇംഗ്ലീഷിലൊക്കെ. ഒക്കെ ഞാൻ വഴിയെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ളത് 30-ൽ 26 എന്നുവെച്ചാൽ 27 അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യലോ മാർക്കൊക്കെ. അപ്പോൾ 26-ാണുള്ളത്, 27 ഇടുക. വെരി ഗുഡൊക്കെ കിട്ടി കേട്ടോ. പിന്നെ എനിക്കിതിൽ തെറ്റായത് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ചിൽ 7 മാർക്ക് ഇട്ടിട്ടുള്ളൂ, 8 മാർക്കിൻ്റെ. അവിടെ അര മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ സ്കെച്ചിലൊക്കെ ഫുൾ മാർക്ക് ഉണ്ട്. പിന്നെ കുറച്ച് ഗ്രാമർ പോർഷനിലാട്ടോ. ഗ്രാമർ പോർഷനിൽ ഇവിടെ എഡിറ്റിങ്ങിൽ 1 മാർക്ക് പോയിക്കുന്നത്. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലാട്ടോ മാർക്ക് പോയത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഒരു 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ എഴുതി വന്നപ്പോൾ തന്നെ ബെല്ലടിച്ചു. 5 മിനിറ്റേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിലാണ് ഞാൻ ഗ്രാമറൊക്കെ എഴുതിയത്. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെയുള്ള പേപ്പർ ഫിസിക്സ് ആണ്. ഫിസിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പേപ്പർ നല്ല രീതിയിൽ ഇഷ്ടമായി. എനിക്ക് അറിയുന്ന ഉത്തരം പോലും ഞാൻ തെറ്റിച്ചതാണ്. കാരണം അത്ര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തെറ്റിച്ചു. പിന്നെ ചെറിയ ചെറിയ വേരിയേഷൻ അവിടെ ഇവിടെയൊക്കെ പോയി. എനിക്ക് കിട്ടിയ മാർക്ക് 30-ൽ 27 എന്ന് വെച്ചാൽ 28ആണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ആ ഒരു രീതിയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ അതിന് സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമില്ലായിരുന്നു. എളുപ്പമുള്ള പേപ്പറൊക്കെ തന്നെ ആയിരുന്നു. അറിയുന്ന ഉത്തരം തെറ്റിച്ചു എന്നുള്ളൊരു കുറ്റബോധമല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെയുള്ള പേപ്പർ മലയാളമാണ്. മലയാളം ഞാൻ ഇത്ര തന്നെ പ്രതീക്ഷയുള്ളൂ. 30-ൽ 28ആണ് കിട്ടിയിട്ടുള്ളത്. 1 വേർഡാണ് ഒന്ന് തെറ്റായത്. പിന്നെ നമ്മൾ എഴുതിയതിൽ 1 മാർക്ക് പോയിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആ 1 വേർഡ് തെറ്റിയപ്പോൾ തന്നെ ഞാൻ കരുതിക്കണ് അത് പോയിക്കണം എന്നുള്ളത്. പിന്നെയുള്ള സബ്ജക്റ്റ് ലാസ്റ്റത്തെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. എക്സാമും എളുപ്പമുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല എക്സാം. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തോ ചോദിച്ചാൽ ചെയ്തിട്ടില്ല, ചെയ്തിരുന്നോ ചോദിച്ചാൽ ചെയ്തിരിക്കണം. അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു 30 ഔട്ട് ഓഫ് 30 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എളുപ്പമുള്ള പേപ്പറായിരുന്നു. എഴുതുമ്പോൾ നല്ലൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി പേപ്പർ. 30 ഔട്ട് ഓഫ് 30 കിട്ടുമ്പോൾ വേറൊരു ഹാപ്പിനെസ് ആണല്ലോ.
അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പേപ്പറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പകുതി മാർക്കിൻ്റെ മിഡ് ടേമിൻ്റെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഓണപരീക്ഷയുടെ പേപ്പർ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഈ ഒരു മാർക്ക് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്ത്, കാരണം ഇതിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓണപരീക്ഷയിൽ വളരെ മാർക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ പേപ്പറൊക്കെ ഞാൻ ഇപ്പോൾ മാർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നല്ല എഫേർട്ട് ഇട്ട് കുറേ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് തരിക കേട്ടോ. നിങ്ങൾ ഈ സപ്പോർട്ട് കാണുമ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓണപരീക്ഷേൻ്റെത് ഞാൻ വൈകാതെ ഇടുന്നതായിരിക്കും. മലയാളം കൂടെ കിട്ടിയാലും ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.